center of gravity for an isosceles triangle. So this is an isosceles triangle. These two sides are equal. Okay. Center of gravity എവിടെ ഉണ്ടാവും? Center of gravity. One third of the height h from base. അല്ലേ? അപ്പോൾ h ഇത് h ആയിട്ട് assume ചെയ്യാം. Height അല്ലേ? This is h. Okay. Good. Base b ആയിക്കോട്ടെ. So 1/3 of the height from the base ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെയായിരിക്കും? നമ്മളൊരു സിമെട്രിക്കൽ ആയിട്ട് ആക്സിസ് കൺസിഡർ ചെയ്യണം. വേർട്ടിക്കൽ y ആക്സിസ് കൺസിഡർ ആണെങ്കിൽ ഇൻ ദാറ്റ് ആക്സിസ്, ഈ സിമെട്രിക്കൽ വരുന്ന ആ ആക്സിസിലാണ് എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ഓക്കെ, ഫോർ എനി ഒബ്ജക്ട് ദർ ഇസ് എ ലൈൻ ഓഫ് സിമെട്രി, എപ്പോഴും അതിലായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഇൻ ദാറ്റ് ആക്സിസ് ഫ്രം ദ ബേസ് ടു 1/3 ഓഫ് എച്ചിലായിരിക്കും ട്രയാങ്കിളിന്റെ കേസിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ഫ്രം ദ കോർണർ നോക്കുകയാണെങ്കിൽ 2/3 ഓഫ് എച്ചിൽ അല്ലെ, 2/3 ഓഫ് എച്ചിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ പിരമിഡ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂല് അത് കാണുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുണ്ടെങ്കിലും ബട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതുപോലെയല്ല, സെയിം വാല്യൂ അല്ല വരിക. ഓക്കെ, ഇറ്റ് വിൽ ബി 1/4 ഓഫ് ദ ഹൈറ്റ്, 1/4 ഓഫ് ദ ഹൈറ്റ് ഫ്രം ദ ബേസ്. ആൻഡ് ഓൾസോ ഇവിടെ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എന്താ? ഫോർ ദ കേസ് ഓഫ് എ പിരമിഡ് ലൈൻ ഓഫ് സിമെട്രി then the axis. So always the center of gravity will be on that axis തന്നെ ഉണ്ടാവാം. ആൻഡ് ബേസ് എന്ന് മെഷർ ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റിന്റെ 1/4, ഇവിടെ 1/3 ആണ്. ഇത് ദിസ് എ പ്ലാൻ ഒരു ലാമിനയാണ്, പ്ലെയിൻ സർഫസ് ആണ്. ഇത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ് പിരമിഡ് എന്നൊക്കെ പറയുന്നത്. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. സോ രണ്ടിന്റെ കേസിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. സോ ദ കേസ് ഓഫ് പിരമിഡ് ടോട്ടൽ ഹൈറ്റിന്റെ 1/4 ഫ്രം ദ ബേസ് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് ആക്സിസിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്യാം. ആൻഡ് നമ്മൾ എന്തിനാണ് ഇത് അറിയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി അറിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു പിരമിഡ് അതിന്റെ ബേസിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ബേസിൽ ഒരു കോർണർ വെച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്യുകയാണെങ്കിൽ, ഓൾവേസ് ദ ലൈൻ ജോയിനിങ് ദാറ്റ് കോർണർ ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. ഓക്കെ, ലൈൻ ജോയിനിങ് ദ കോർണർ ഓൺ വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് suspended or it's hung, and the center of gravity join ചെയ്യുന്ന ആ ലൈൻ, it should be in a vertical position. Okay, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് നമ്മൾ ഈ കോർണർ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ അത് സസ്പെൻഡഡ് പൊസിഷനിൽ എപ്പോഴും വെർട്ടിക്കൽ ആയിട്ട് നിൽക്കണം. അതാണ് കണ്ടീഷൻ. ഇവിടെ വേറെ ആംഗിൾസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ക്വസ്റ്റനിൽ വേറെ ആംഗിൾ ഒന്നും തന്നിട്ടില്ലല്ലോ. വേറെ ഒരു ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു ആംഗിൾ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സ്ക്വയർ പിരമിഡ് അതിന്റെ ബേസിൽ ഒരു കോർണറിൽ ഹാങ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഫ്രീലി സസ്പെൻഡഡ് ഫ്രം എ കോർണർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് ആക്സിസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വി പിക്ക് പാരലായിട്ടാണ് ആക്സിസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 സെറ്റ് ഫിഗർ മാത്രമേ ഉണ്ടാവുള്ളൂ, 3 സെറ്റ് ഉണ്ടാവില്ല. 3 സെറ്റ്സ് ഓഫ് ഫിഗർ വേണമെങ്കിൽ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പിയും കൂടെ തരണമായിരുന്നു. ഇവിടെ നമുക്ക് 2 സെറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവൂ. സോ ഹൗവർ ടു സ്റ്റാർട്ട് വിത്ത് യു ഹാവ് ടു ഐഡന്റിഫൈ ദ സിമ്പിൾ പൊസിഷൻ അല്ലേ? എങ്ങനെയാണ് സിമ്പിൾ പൊസിഷൻ വരിക? എപ്പോഴും ഇങ്ങനെ സസ്പെൻഡഡ് കേസിലാണെങ്കിൽ ഈ ടൈപ്പ് പൊസിഷൻ എപ്പോഴും വന്നാലും സസ്പെൻഡ് ഫ്രം കോർണർ ഓഫ് ബേസ് അല്ലെങ്കിൽ ഫ്രീലി ഹാങ് ഫ്രം ദ കോർണർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എപ്പോഴും സിമ്പിൾ പൊസിഷൻ പെർപെൻഡിക്കുലർ ടു ആക്സിസ്, പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിരിക്കും. ഓക്കെ, ഫ്രീലി സസ്പെൻഡിന്റെ കേസിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. ഇത് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിരിക്കുമല്ലോ. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആകുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിട്ട് വെച്ചാലാണ് സിമ്പിൾ പൊസിഷൻ വരിക. ഓക്കെ, സോ ഹിയർ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ഇസ് ദ സിമ്പിൾ പൊസിഷൻ. ആൻഡ് ഓൾസോ നമ്മളിവിടെ പറയുന്നത് ഒരു കോർണർ കണ്ടീഷൻ ആണ് അല്ലെ? കോർണറിലല്ലേ ഹാങ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു മേക്ക് ദ കോർണർ ദ എക്സ്ട്രീം പൊസിഷൻ. കോർണർ എക്സ്ട്രീം പൊസിഷനിൽ വരുന്ന വിധത്തിൽ വേണം ഈ കേസിൽ ടോപ്പ് വ്യൂ വരക്കാൻ വേണ്ടി അല്ലെ? ടോപ്പ് വ്യൂ ആദ്യം വരക്കേണ്ടത്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂ ആണ് സ്ക്വയർ ഷേപ്പ് കാണാം. സോ you have to start with the top view, and also while drawing the top view, corner should be on the extreme position because this is a corner condition. Join angle എന്നതിന്റെ അതിന്റെ ഒരു കോർണറിലാണെന്ന് പറഞ്ഞത്. സോ
Draw the XY line. Now corner extreme position വരികയാണെങ്കിൽ ഈ സ്ക്വയർ പിരമിഡ് എങ്ങനെ ഉണ്ടാവുക? ഇതുപോലെ വരണ്ടേ? ടോപ്പ് വ്യൂല് ഇതുപോലെ വരണ്ടേ? ഇതെങ്ങനെ നിങ്ങൾ വരയ്ക്കും? How will you draw this? പെന്റഗണിന്റെ കേസിലും അല്ല ഹെക്സഗണിന്റെ കേസിലൊക്കെ നമുക്ക് വരക്കണമെങ്കിൽ ഒരു എഡ്ജ്, പെന്റഗണിന്റെ കേസിൽ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് പ്ലെയിൻ വരച്ചാൽ ഫൈനലി ഒരു കോർണർ റൈറ്റ് എക്സ്ട്രീമിൽ വരും. ഹെക്സഗണൽ പിരമിഡിന്റെ കേസിലാണെങ്കിൽ ഒരു എഡ്ജ് എക്സ് പ്ലെയിനിൽ പാരലൽ വരച്ചാൽ അത് ഫൈനലി കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് കോർണർ നമുക്ക് എക്സ്ട്രീം പോസ്റ്റിലേക്ക് കിട്ടും അല്ലേ? പെന്റഗണിന്റെ കേസാണെങ്കിൽ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ എക്സ് പ്ലെയിൻ വരച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് കോർണർ ഓൺ ദ എക്സ്ട്രീം പോസ്റ്റ് നമുക്ക് കിട്ടും. But in the case of a square pyramid, നിങ്ങൾ ഇത് എങ്ങനെ ഇത് ചെയ്യാം? How will you draw this? For that, you have to find the inclination of this edge with the xy line. Okay, ഈ edge square pyramid edge xy line ആയിട്ട് make ചെയ്യുന്ന inclination കണ്ടുപിടിക്കേണ്ടി വരും. You know that ഈ ഒരു പൊസിഷനിൽ ഈ രണ്ട് എഡ്ജും xy line ആയിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ആ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ? These two edges will be equally inclined to the xy line. ഒരേ ഇൻക്ലിനേഷൻ ആയിരിക്കും, സെയിം ഇൻക്ലിനേഷൻ ആയിരിക്കും എക്സ് ആയിട്ട് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ നമുക്ക് വരുള്ളൂ, കോർണർ ഓൺ ദ എക്സ്ട്രീം പൊസിഷനുള്ള കണ്ടീഷൻ വരുള്ളൂ. Then what will be this angle? Can you say? എന്തായിരിക്കും ഈ എഡ്ജ് എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? Please comment. 45 കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ദിസ് ഈസ് 90 ഡിഗ്രി അല്ലെ? രണ്ട് എഡ്ജിന് നടക്കില്ല, സ്ക്വയറിന്റെ കേസിൽ രണ്ട് എഡ്ജിന് നടക്കില്ല ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നോ, ഞാനിവിടെ എക്സ് പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ഈ റിമൈനിങ് ആംഗിൾസ് എത്രയായിരിക്കും വരിക? ഇത് 90 ഡിഗ്രി ആണ്. ഇത് ടോട്ടൽ എത്രയാണ് വരിക? ടോട്ടൽ വിൽ ബി 180 ഡിഗ്രി. ഇത് ഓൾറെഡി 90 ഡിഗ്രി വന്നു. റിമൈനിങ് വരുന്നത് ഇത് രണ്ടും കൂടെ 90 അല്ലേ വരിക? എന്നാലേ 180 വരും. സോ ഇത് രണ്ടും കൂടെ കൂടി 90 വരണം. ആൻഡ് ഓൾസോ ഇത് ഈക്വലി ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് 90ന്റെ ഹാഫ് ആയിരിക്കും രണ്ട് ഭാഗത്തും വരുന്നത്. അതായത് 45. സോ 45 ഡിഗ്രിയാണ് വരിക. സോ ഇത് 45 ഡിഗ്രി ആയിരിക്കും വരിക, ഇത് 45 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 45 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലേ? സിമിലർ ആംഗിൾ അല്ലേ? ഈ എഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം തന്നെയായിരിക്കും, 45 ഡിഗ്രി തന്നെയായിരിക്കും. സോ ടു ഡ്രോ the square in this position, first draw a line 45 degree angle ഒരു ലൈൻ വരയ്ക്കുക. ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക, അവിടെ 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഒരു ലൈൻ കണ്ടിന്യൂസ് ലൈൻ വരയ്ക്കുക. ആൻഡ് ഇൻ ദാറ്റ് ലൈൻ കുറച്ച് താഴെയായിട്ട് ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക, അതിൽ ഒരു എഡ്ജ്, നമ്മുടെ സ്ക്വയറിന്റെ സൈസ് 40 എന്നതുണ്ട് ബേസ് എഡ്ജ്. സോ 40 ആംഗിൾ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക. ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 2 എഡ്ജസ് നമുക്ക് വരക്കാമല്ലോ അല്ലേ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 2 എഡ്ജസ് വരക്കുക. പിന്നെ അവസാനം ഇത് ക്ലോസ് ചെയ്യുന്ന എഡ്ജ്. ഇതുപോലെയാണ് നിങ്ങൾ വരക്കേണ്ടത്. ഓക്കെ, ഞാനിത് ഇതിന്റെ ഷേപ്പ് കുറച്ചുകൂടെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ എളുപ്പത്തിനോട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലെ വരക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഗണൽ ലെങ്ത് അറിയണം. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഡയഗണൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്തു. √2 ആണ് വരിക. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ വരക്കുന്ന സമയത്ത് ഇത് 45 ഡിഗ്രി ആംഗിൾ വരുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഇതിൽ എല്ലാ എഡ്ജസും ഇപ്പൊ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു എക്സ് ആയിരിക്കും അല്ലെ? എല്ലാ എഡ്ജസ്, all edges will be inclined 45 degree to the x-line, or 45 degree inclined to the x-line. The top view means 45 degree inclined to VP. Okay, 45 degree inclined to VP ആയിരിക്കും. So ഇത് 45 ഡിഗ്രി ആണെങ്കിൽ this edge also will be inclined 45 degree. ഈ എഡ്ജ് 45 ഡിഗ്രി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ this edge also will be 45 degree inclined. So all edges are inclined equally with VP.
inclination of all edges with VP are same in this position. So ഇതുപോലെ നമ്മൾ വരച്ചു. നെക്സ്റ്റ് യു ഹാവ് ടു നെയിം ദ കോർണേഴ്സ് A, B, C and D, apex O, base, center, H. Okay. Now project the axis. Axis in the length 75 ആണ്. So 75 mm length axis project ചെയ്യാം. Then extreme left point, extreme right point, X line like project ചെയ്തു. Okay. And this forms the base in the front view. Any E point, this point, that is apex. Apex in the ends like join ചെയ്താൽ this will be the boundary in the front view. Also, you can see that this point B will be visible in the front view. B visible ആയിരിക്കും. അതുകൊണ്ട് തന്നെ B യുടെ പാസ് ചെയ്യുന്ന ഒരു ലോങ്ങർ എഡ്ജ്, അത് സ്ലാൻഡ് എഡ്ജ്, that will be visible in the front view. So അവിടെ ആക്സിസ് ചെയിൻ ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ എഡ്ജ് തന്നെ വരച്ചാൽ മതി. ഓക്കെ, B dash, C dash and D dash. A, B, A, this is C and this is B. B in the backlight point D ഉണ്ടാവും, അത് ബ്രാക്കറ്റിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ B എന്ന് വരുന്ന എഡ്ജ് തിക്കായിട്ട് മാർക്ക് ചെയ്യാൻ കാരണം അത് ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന എഡ്ജ്, ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഈ എഡ്ജാണ്. ദാറ്റ് വിൽ ബി വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഓൾറെഡി ഇത് രണ്ടും ബൗണ്ടറിയിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ ഒരു എഡ്ജ് വരുമ്പോൾ നമുക്ക് ആക്സിസിന് പ്രിഫറൻസ് ഉണ്ടാവില്ല. ആക്സിസിന്റെ ചെയിൻ ലൈനെക്കാളും പ്രിഫറൻസ് വരുന്നത് വിസിബിൾ എഡ്ജിന്റെ കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആക്സിസ് മാർക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിലൊക്കെ നിങ്ങൾ ആക്സിസ് മാർക്കേണ്ടി വരും. സപ്പോസ് സ്ക്വയർ ഇതുപോലെയാണ് വരക്കുന്നതെങ്കിൽ, ഇതുപോലെയാണ് സ്ക്വയർ വരക്കുന്നതെങ്കിൽ ഇൻ ദ ഫ്രണ്ട് വ്യൂ ഈ ആക്സിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു എഡ്ജും വരുന്നില്ലല്ലോ. ആക്സിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു എഡ്ജും വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ചെയിൻ ലൈനായിട്ട് ആക്സിസ് റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഇതുപോലെ ഫ്രണ്ടിലൊരു കോർണർ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്ലാൻഡ് എഡ്ജ് അവിടെ വരുള്ളൂ. അപ്പൊ അവിടെ ആക്സിസ് മാർക്ക് ചെയ്യേണ്ട, അതിന് പകരം ആ സ്ലാൻഡ് എഡ്ജ് മാർക്ക് ചെയ്താൽ മതി തിക്കായിട്ട്. Now you have to locate the center of gravity in the front view. Center of gravity front view ലൊക്കേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ ഉണ്ടാവാം, എന്താ ആക്സിസ്. ഇപ്പൊ ആക്സിസ് തന്നെ പറയാൻ നമുക്ക് ഇവിടെ എഡ്ജ് ആണുള്ളത്, അതിന് മുമ്പിലായിട്ട് വരുന്നതാണ് എഡ്ജ്. അതുപോലെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ അതിൽ ടോട്ടൽ ഹൈറ്റിന്റെ 1/4 ഫ്രം ദ ബേസ്. ഓക്കെ, 1/4 ഓഫ് ദ ബേസ്. ഇവിടെയൊക്കെ വരിക 75 അല്ലേ ഹൈറ്റ്, 75ന്റെ 1/4 ഓഫ് 75 ഫ്രം ദ ബേസ് മെഷർ ചെയ്യാം. എത്രയാ കിട്ടും നോക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിലായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. സോ ആ പോയിന്റോട് മാർക്ക് അതിനെ G ഡാഷ് എന്ന് മാർക്ക് ചെയ്യും. G ഡാഷ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ G എന്നുള്ള സിമ്പിളാണ് കൊടുക്കുക. സോ G ഡാഷ് മാർക്ക് ചെയ്തു. നൗ ജോയിൻ A dash and G dash. A dash ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ C dash ജോയിൻ ചെയ്യാം. നമുക്കിവിടെ രണ്ട് കോർണേഴ്സും എക്സ്ട്രീം പോസ്റ്റിലുള്ള, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലാണല്ലോ. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ റൈറ്റ് എക്സ്ട്രീമിലെ കോർണർ കൺസിഡർ ചെയ്യല്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോർണർ തന്നെ എടുക്കാം, സിന്ന് ജിയിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് എന്താണ് നമുക്ക് സസ്പെൻഡഡ് സോഴ്സിന്റെ കണ്ടീഷൻ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദിസ് ലൈൻ ഏത് കോർണറിലാണോ ഹാങ് ചെയ്യുന്നത്, ആ കോർണറിന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ that should be in the vertical portion or perpendicular to the x-plane in the front view. Okay, ഇപ്പൊ നിങ്ങൾക്ക് ഈ ലൈൻ കാണുമല്ലോ, AG എന്ന് പറയുന്ന ലൈൻ, അത് കോർണർ എയിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുക. അതെപ്പോഴും അങ്ങനെയായിരിക്കും. ഒരു ഫ്രീലി സസ്പെൻഡഡ് പിരമിഡിന്റെ കേസിൽ എപ്പോഴും അങ്ങനെയായിരിക്കും. കോർണറിന് ഫ്രീലി സസ്പെൻഡ് ആവുന്ന പിരമിഡിന്റെ കേസിൽ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. സോ ഹൗ വിൽ യു ഡ്രോ ദിസ്? എങ്ങനെ വരക്കും? ഈ ലെങ്ത് മെഷർ ചെയ്യാം, AG ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, AG ലെങ്ത് മെഷർ ചെയ്യാം. അപ്പൊ ഇത് ഹാങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് ഏതായിരിക്കും? അപ്പൊ ഒരു പോയിന്റിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത് അല്ലെ. അപ്പൊ ഈ കോർണറിൽ ഞാൻ ഇവിടെ ഈ കോർണറിലാണ് ഹാങ് ചെയ്യുന്ന എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ടോപ്പിൽ വരിക അല്ലെ. അപ്പം ഇവിടെ എയിലാണ് ഹാങ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് A ആയിരിക്കും ഏറ്റവും ടോപ്പിൽ വരിക. സോ ഞാൻ ഇവിടെ A മാർക്ക് ചെയ്യാണ്, A ആൻഡ് G ഓൾസോ ഈ ലൈൻ വരച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ദിസ് ലൈൻ ഞാൻ മെഷർ ആയിട്ട് അത് വെർട്ടിക്കലായിട്ട് വരച്ചു. സോ A1 ആൻഡ് G1 ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ,
മൈക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കണം. അതെങ്ങനെ നിങ്ങൾ ചെയ്യും? 2 പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് കോമ്പസ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം അല്ലെ? അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ് വരാനുള്ള റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. കോർണർ എ ഇവിടെയും ജി ഇവിടെ ആണെങ്കിൽ റിമൈനിങ് പോർഷൻ എങ്ങനെയാണ് വരികയാണ്. നമ്മളിവിടെ ഇത് നേരെ ഇങ്ങനെ ഹാങ് ചെയ്യണം. അപ്പൊ നേരെ കംപ്ലീറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത പോലെ അല്ലെ? എ ഡാഷ് മുകളിൽ വരുന്നതിൽ കംപ്ലീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പെക്സിന്റെ പോർഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു റഫ് ഐഡിയ നമുക്ക് ഉണ്ടാവണം ഇങ്ങനെ വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് ലൊക്കേഷൻ കോമ്പസ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? പോയിന്റ് സി ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ എ എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, അത് A1' ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് വരിക. ഓക്കെ, ദെൻ ജി ഡാഷ് ഒന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, സി ഡാഷിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അത് അഗൈൻ ഒരു ആർക്ക് എടുക്കുക. അപ്പൊ ആ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും പോയിന്റ് സി. സിമിലർലി പോയിന്റ് അപ്പെക്സ് ആണ് കാണണമെങ്കിൽ എന്ന് ഓയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഇത് കോമ്പസിൽ എടുക്കുക, ഒരു ആർക്ക് വരക്കുക. ദെൻ ജിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഒരു ആർക്ക് വരക്കുക. ഇങ്ങനെയും നമുക്ക് ഓ കാണാം. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങളൊരു കോമ്പസിനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല, വേണമെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ചെയ്യാം. പ്രൊട്രാക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ ലൈന് വരച്ചിട്ടുണ്ട്, അപ്പോൾ ആ ലൈനിന് നമുക്ക് ബേസ് വരക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ലൈന് ബേസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മെഷർ ചെയ്യാം. ഓക്കെ, സപ്പോസ് അതൊരു 30 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം ഈ ആംഗിൾ. അപ്പം ആ ആംഗിൾ ഇവിടെയാണ് വേണ്ടത് അല്ലെ? ബേസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രൊട്രാക്ടർ എവിടെ പ്ലേസ് ചെയ്യണം? നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് ഈ ലൈനാണ്. അപ്പൊ പ്രൊട്രാക്ടർ എവിടെ പ്ലേസ് ചെയ്യാം? ഈ എ ഡാഷിൽ ഇതുപോലെ പ്ലേസ് ചെയ്യണം അല്ലെ? ഇങ്ങനെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് സെയിം ആംഗിൾ മെഷർ ചെയ്യാം. എന്നിട്ട് ബേസിന്റെ സെയിം ലെങ്ത്, ഇതേ ലെങ്ത് നമ്മളിവിടെ വരയ്ക്കാം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി തേർഡ് പോയിന്റ് കാണാൻ നമുക്ക് കോമ്പസ് തന്നെ യൂസ് ചെയ്യാം അല്ലെ? സിയും എയും കിട്ടിക്കഴിഞ്ഞാൽ ഓ കാണാൻ സെയിം ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് രണ്ട് ഭാഗത്തും കട്ട് ചെയ്താൽ പോയിന്റ് ഓ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ വരക്കാം. A1' and G1'. ഓക്കെ, ഞാൻ അതിവിടെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. C1', B1' and D1'. O1'. ഇതിന്റെ ടോപ്പിൽ വരക്കുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന നോക്കുന്ന എല്ലാ പോയിന്റ്സും നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യാനും എ ആൻഡ് ജി ഇത് സെയിം ലൈനിലോട്ട് തന്നെ പാസ് ചെയ്യും. അത് സെയിം വെർട്ടിക്കൽ ലൈനിലാണ് ഉള്ളത്. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാം ബിക്കോസ് ഇവിടെ അപ്പെക്സ് ഓയും കൂടെ വരുന്നുണ്ട്. ഈ ലൈനിൽ എയും സിയും അപ്പെക്സും വരുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് അപ്പെക്സ് മാർക്ക് ചെയ്യാം. O ആൻഡ് O1' മീറ്റ് ചെയ്യുന്നത് O1, A ആൻഡ് A1' മീറ്റ് ചെയ്യുന്നത് A1, B1' ആൻഡ് B ഇവിടെ മീറ്റ് ചെയ്യുന്നു B, C ആൻഡ് C1' ഇവിടെ മീറ്റ് ചെയ്യുന്നു C1, D ആൻഡ് D1' ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്നു D1. നോ നമുക്ക് 4 ടോട്ടൽ 5 കോർണേഴ്സ് അല്ലേ? ആ ഓൾ 5 കോർണേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജോയിൻ ദ എക്സ്ട്രീം പോയിന്റ്സ് ടു ഫോം ദ ബൗണ്ടറി. സോ അതിനകത്ത് എ വരില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്റെ വിസിബിലിറ്റി എങ്ങനെയായിരിക്കും വരിക? ഈ ബേസിന്റെ വിസിബിലിറ്റി the top view whether face will be visible or not. You are viewing from the top അല്ലെ? ഈ ഡാഷിലാണ് വ്യൂ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? whether it will be visible or not, base.
പറയാൻ പറ്റുന്നില്ല. നോക്കാം. ഇത് നമ്മൾ ഇത് ഈ കോർണറിൽ പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ തൂക്കിയിടയും അല്ലേ? ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഞാനാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ ബേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈനായിട്ട് ഇവിടെ കാണുന്നത് അല്ലേ? ഇനി ഞാൻ ടോപ്പ് എന്നാണ് നോക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് നോക്കുന്നത്. ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് ബേസ് കാണില്ലേ അല്ലേ? ബേസ് നോക്കുക. ഇപ്പം ഇത് മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി വിസിബിൾ ഇൻ ദ ടോപ്പ്. ഇതുപോലെയാണ് ബേസ് ഉള്ളതെങ്കിൽ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ആക്സിസ് ഒരു 30 ഡിഗ്രി ഒക്കെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇതുപോലെ നിൽക്കുന്നതെങ്കിൽ ടോപ്പ് എന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ ബോഡി മൊത്തം കവർ ചെയ്ത് വരുന്നതുകൊണ്ട് ബേസ് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ നോക്കുക, ഇതിപ്പം ഈ ബേസ് കംപ്ലീറ്റ് മുകളിലേക്ക് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഇൻക്ലിനേഷൻ ഇതുപോലെയാണ് വരുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ടോപ്പിൽ ബേസ് വിസിബിൾ ആയിരിക്കും കേട്ടോ. സോ ഓൾ edges will be visible since the base is visible. For remaining edges, boundary വരാത്ത edges ഏതൊക്കെയാ? A, B and C, A, D. That also will be visible. Okay. നിങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു സിമെട്രിക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതായത് സിയും എയും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ സെന്ററിൽ നിന്ന് കിട്ടുക. ഓക്കെ, അത് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ വരച്ചതുപോലെ ഇങ്ങനെയല്ല കിട്ടുക കേട്ടോ. ഇത് സിമെട്രിക് അല്ല. ഈ ലൈനെ വെച്ചിട്ട് സിയിലേക്ക് ഡിസ്റ്റൻസും എയിലേക്ക് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. നിങ്ങൾ വരച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ വരക്കുന്ന ലൈൻസ് ഒക്കെ പാരലൽ ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വരച്ച പോലെ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പാരലൽ ആയിട്ട് എക്സ്പൈനും പെർപെൻഡിക്കുലർ ആയിട്ടും പാരലൽ ടു ഈച്ച് അതർ ആയിട്ടും ലൈൻസ് പ്രൊജക്ട് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കിട്ടും. നൗ റിമൈനിങ് ബേസ് സ്ലാൻഡ് എഡ്ജസ്, വിസിബിലിറ്റി ഓഫ് റിമൈനിങ് സ്ലാൻഡ് എഡ്ജസ്. ഏതൊക്കെയാണ് റിമൈനിങ് സ്ലാൻഡ് എഡ്ജസ്? ഓൾറെഡി BO and BO are in the boundary. റിമൈനിങ് AO and CO ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് ആണ് A അല്ലെ? എയിലല്ലേ ഹാങ് ചെയ്യുന്നത്. സോ എ എന്ന് പാസ് ചെയ്യുന്ന ഈ എഡ്ജ് ടോപ്പിൽ വിസിബിൾ ആയിരിക്കും. സോ AO വിൽ ബി വിസിബിൾ ഇൻ ദ ടോപ്പ് വ്യൂ. ആൻഡ് എന്റെ നേരെ താഴെ വരുന്ന പോയിന്റ് ആണല്ലോ C അല്ലെ? അപ്പൊ CO എന്ന് പറയുന്നത് ഈ എഡ്ജ് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കില്ല, കാരണം അത് ഏറ്റവും താഴെ വരുന്ന എഡ്ജ് ആണ്. അത് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കില്ല. സോ അത് ഡാഷ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഡാഷ്ഡ് ആയിട്ട് ഇത് ത്രൂ ഔട്ട് O വരെ പോകേണ്ടതാണ്. ബട്ട് ഇതിന് ശേഷമുള്ളത് ഇതിന്റെ അടിയിലുള്ള പോകുന്നതായിട്ട് നമുക്ക് എസ്യൂം ചെയ്യാം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന്റെ മുകളിൽ ഇനിയും ഡാഷ് ലൈൻ വരക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് രണ്ട് ലൈൻസ് വന്നാൽ അതിൽ പ്രിഫറൻസ് വിസിബിൾ എഡ്ജിനെയാണ്, അതായത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ്. അപ്പൊ ഈ ഡാഷിന്റെ ബാക്കിയുള്ളത് കണ്ടിന്യൂഷന്റെ അടിയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് എസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെയാണ് നമുക്ക് വരിക. സോ at this position you can see axis will be parallel to the VP. ആക്സിസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. H1 ഇവിടെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ H1 ഇവിടെയാണ് കിട്ടുക. ഓക്കെ, H1 O1 ഇതാണ് ആക്സിസ് വരിക. അതിന്റെ ആക്സിസ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് നൗ പാരലൽ ടു ദ XY ലൈൻ. ഓക്കെ, ഈ ആക്സിസ് ഇപ്പോൾ XY ലൈനിന് പാരലൽ ആയിട്ടുള്ള എന്താണ് അതിന്റെ മീനിങ്? ആക്സിസ് പാരലൽ ടു VP. ഒരു ലൈൻ പാരലൽ ടു VP ആകുമ്പോഴാണ് അതിന് ടോപ്പ് വ്യൂ X ലൈന് പാരലൽ ആയിട്ട് കിട്ടുക. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞതും ആക്സിസ് പാരലൽ ടു VP എന്നുള്ള കേസാണ്. ഓക്കെ, സപ്പോസ് നിങ്ങളോട് ആക്സിസ് ഇൻക്ലൈൻ ടു VP ആണ് പറഞ്ഞെങ്കിലോ എന്താ ചെയ്യാം? സപ്പോസ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു VP ബൈ സം ആംഗിൾ 30 ഡിഗ്രി ഓർ 40 ഡിഗ്രി ഇൻക്ലൈൻ ടു VP. എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ഒന്നുകൂടെ റീഡ്രോ ചെയ്യേണ്ടി വരും. അതായത് ആക്സിസ് 30 ഡിഗ്രി ആയിട്ട് വരുന്ന വിധത്തിൽ ഇതിനൊന്ന് മാറ്റി വെക്കേണ്ടി വരും. അതായത് 30 ഡിഗ്രിയിൽ ഒരു ലൈന് വരക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ആക്സിസ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആക്സിസ് റെപ്രസെന്റ് ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് റീഡ്രോ ചെയ്യാം. എന്നിട്ട് പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്യേണ്ടി വരും. ബട്ട് ഇവിടെ നമുക്ക് ഈ രണ്ട് സെറ്റ് ഫിഗേഴ്സിൽ കംപ്ലീറ്റ് ആവാം. ഓക്കെ, ക്ലിയർ? Okay, if there is any doubt, you can ask. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഹലോ സാർ. പറഞ്ഞു. ജി ഡാഷ് മാർക്ക് ചെയ്തിട്ടേ ഫസ്റ്റ് ഫിഗറില് അത് 1/4 ഓഫ് 75 ആണ് ലെങ്ത് എടുത്ത്. അതെ 1/4 ഓഫ് 75 ആണ്. അത് കറക്റ്റ് നിങ്ങൾക്ക് ഒരു റൗണ്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. പോയിന്റ് ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് വാല്യൂക്ക് റൗണ്ട് ചെയ്ത് എടുത്താൽ മതി.
അതാണോ സംശയം? സാർ 1/3 അല്ലേ വരുമോ? അതെ, 1/3 വരുന്നത് പിന്നെ ഈ ലാമിനയുടെ കേസിലാണ്, അതായത് പ്ലെയിൻ സർഫസിന്റെ കേസിലാണ്. ഓക്കെ, പ്ലെയിൻ സർഫസിന്റെ കേസിൽ 1/3 ആണ് വരിക. ബട്ട് ഇതൊരു സോളിഡ് അല്ല, 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് 1/4 ആയിട്ട് വരാം കേട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിന്റെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ട്രയാങ്കിളിന്റെ കേസിൽ 1/3 ഹൈറ്റിൽ എടുക്കേണ്ടത്. ബട്ട് നമ്മളിത് ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷനാണ് ഇവിടെ വരച്ചത്. 3D ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിരമിഡിന്റെ കേസിലൊക്കെ ഹൈറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരിക 1/4, ബേസിന് 1/4 ഹൈറ്റിലാണ് വരിക, ലാമിനയുടെ പോലേ അല്ല കേട്ടോ. അതേപോലെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രിസം ആണെങ്കിൽ എവിടെ വരാം? പ്രിസം ആണെങ്കിൽ ഒരു സ്ക്വയർ പ്രിസം ആണെന്ന് വിചാരിച്ചു. ഒരു സ്ക്വയർ പ്രിസം ആണെങ്കിൽ അതിന്റെ കറക്റ്റ് മിഡിൽ പോയിന്റിലേ വരാം അല്ലെ, ആക്സിസിന്റെ കറക്റ്റ് മിഡിൽ പോയിന്റിലായിട്ടായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരാം. ഓക്കെ, അപ്പൊ അത് ഓരോ ഒബ്ജക്റ്റിനും അത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എനി അതർ ഡൗട്ട്സ്? നിങ്ങൾക്ക് വരച്ചു തുടങ്ങി കേട്ടോ. എന്നാൽ ഇത് ഇനി പുതിയ വേറെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ടൈമില്ല. ഇന്നത് വരച്ചു തുടങ്ങിക്കോ. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ആയിരിക്കും അറ്റൻഡൻസ് വിളിക്കുന്നുണ്ടായിട്ടില്ലേ? അറ്റൻഡൻസ് എടുത്തില്ലേ ഓൾറെഡി? ഓക്കെ, എടുത്തല്ലോ. എന്റെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വരക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഡയമെൻഷൻസ് എല്ലാ പ്രോബ്ലത്തിലും ഡയമെൻഷൻസ് വരക്കാനുണ്ട്. ബേസ് എഡ്ജിന്റെ ലെങ്ത്തും പിന്നെ ഹൈറ്റും. ഇവിടെ ബേസ് എഡ്ജ് 40 ആണ് തന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ 40 മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അത്? ദാറ്റ്സ് എ ഷേപ്പ് ഇൻഡിക്കേറ്റർ. നിങ്ങൾ ഈ വരക്കുന്നത് ഒരു സ്ക്വയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എഡ്ജിന്റെ ലെങ്ത് മൊത്തം മാർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള എഡ്ജ് ഒക്കെ അപ്പോൾ 40 ആണെന്ന് ഈ ഒരു സിമ്പിളിൽ നിന്ന് മനസ്സിലാവും. ഇതൊരു സ്ക്വയർ ആണ്, അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ എഡ്ജും 40 തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഷേപ്പ് ഇൻഡിക്കേറ്റർ അവിടെ യൂസ് ചെയ്യാം. ദെൻ ഹൈറ്റ് മാർക്ക് ചെയ്യണം. Height is 75. Also, this center of gravity, distance of center of gravity mark ചെയ്യണം. Okay, this also. അത് 75/4 വരുന്നത്. 75/4 അങ്ങനെ എഴുതിയാൽ മതി. 75/4. വേണമെങ്കിൽ അവിടെ നോട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്താണ്? For suspended solids. For suspended solids, നോട്ടായിട്ട് മാർക്ക് ചെയ്തോ. For suspended solids, joining the line joining the corner, line joining the corner on which the object is hung and center of gravity. Line joining the corner directly. Corner എന്ന് പറഞ്ഞാൽ എന്താ? Where the object is suspended അല്ലെ, വേറെ ഏത് പോയിന്റിലാണ് നമ്മൾ സസ്പെൻഡ് ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്താൽ where the object is suspended. Corner and the
center of gravity. Center of gravity. Line join the corner and the center of gravity will be vertical. Will be vertical. Okay. So അതിന്റെ ബേസ്ഡാണ് നമ്മൾ രണ്ടാമത്തെ പോർഷൻ വരയ്ക്കുന്നത് കേട്ടോ. എപ്പോഴും ആ രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സസ്പെൻഡ് സോഴ്സ് ആകുമ്പോൾ അതിന് തന്നെ ആ സസ്പെൻഡിനുള്ള പോർഷനിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സിമ്പിൾ പോർഷനിൽ വരയ്ക്കുക. എപ്പോഴും സിമ്പിൾ പോർഷൻ ഇതുപോലെ തന്നെ ആക്സിസ് പോയിന്റ് എച്ച് പി ആയിരിക്കും. അതിൽ കോർണറിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോർണർ എക്സ്ട്രീം പോർഷനിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, സെക്കൻഡ് പോർഷനിൽ എപ്പോഴും അത് ഹങ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതായത് വെർട്ടിക്കൽ ആക്കിയിട്ട് വെക്കുക. തേർഡ് പോർഷനിൽ മാത്രമേ വേറെ എന്തെങ്കിലും ആംഗിൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പാടുള്ളൂ, അതായത് ആക്സിസ് ഇൻക്ലൈൻ ടു വി പി എന്നൊക്കെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആക്സിസ് ഇൻക്ലൈൻ ടു വി പി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 13.35 കേട്ടോ. പേജ് നമ്പർ 13.35 ഇതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിലെ സെക്കൻഡ് ഫിഗർ വരെ സെയിം തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. തേർഡ് ഫിഗർ വരുമ്പോൾ മാത്രമേ, തേർഡ് സെറ്റ് വരുമ്പോൾ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. 13.35, പേജ് നമ്പർ 13.35. അപ്പൊ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുമല്ലോ അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. കറക്ഷൻസ് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.